ഗ്രാഫിലെ കളറിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യം വെർട്ടെക്സ് കളറിംഗ് എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ക്രൊമാറ്റിക് നമ്പർ എന്താണെന്ന് നോക്കണം. പിന്നെ ക്രൊമാറ്റിക് പോളിനോമിയൽ. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രാഫ് വെർട്ടെക്സ് കളറബിൾ ആണ് അല്ലെങ്കിൽ കെ കളറബിൾ ആണ് എന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് സെറ്റ് ഓഫ് കളേഴ്സ് ഉണ്ട്, കെ കളേഴ്സ് ഉണ്ടെന്ന് വയ്ക്കുക. ആ കളേഴ്സ് വെച്ച് ഗ്രാഫ് കളർ ചെയ്യണം. അത് എങ്ങനെ ചെയ്ത ഗ്രാഫ് കെ വെർട്ടെക്സ് കളറബിൾ ആണെന്ന് നമുക്ക് പറയാം. ഗ്രാഫ് കളർ ചെയ്യുമ്പോൾ നോ ടു അഡ്ജസൻറ്റ് വെർട്ടിസസ് ഹാവ് ദ സെയിം കളർ. അടുത്തടുത്തുള്ള അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടിസസിന് സെയിം കളേഴ്സ് കൊടുക്കാത്ത രീതിയിൽ നമുക്ക് ഗ്രാഫ് കളർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, കെ കളേഴ്സ് ഉപയോഗിച്ച് ഗ്രാഫ് കളർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് കെ വെർട്ടെക്സ് കളറബിൾ ഗ്രാഫ് അല്ലെങ്കിൽ കെ കളറബിൾ ഗ്രാഫ്. ഓക്കെ, ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എ ഗ്രാഫ് ഈസ് സെറ്റ് ടു ബി കെ വെർട്ടെക്സ് കളറബിൾ ഓർ കെ കളറബിൾ if it is possible to assign one color from a set of k colors to each vertex such that no two adjacent vertices have the same color. അടുത്തടുത്തുള്ള വെർട്ടിസസിന് സെയിം കളർ പാടില്ല. ആ രീതിയിൽ ഗ്രാഫ് കളർ ചെയ്യണം. അത് കെ കളേഴ്സ് വെച്ച് അങ്ങനെ സാധിക്കുമെങ്കിൽ ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് കെ കളറബിൾ ഗ്രാഫ്. ഓക്കെ, ദെൻ ഇഫ് ദ ഗ്രാഫ് ജി ഈസ് എ കെ കളറബിൾ ആണ്, പക്ഷേ ബട്ട് നോട്ട് k-1 കളറബിൾ. k-1 കളറബിൾ അല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ഗ്രാഫിനെ കെ ക്രൊമാറ്റിക് ഗ്രാഫ് എന്ന് വിളിക്കാം. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ക്രൊമാറ്റിക് നമ്പർ കൈ ഓഫ് ജി എന്ന് പറയുന്നത് കെ ആയിരിക്കും അവിടുത്തെ നമ്പർ. അതായത് ഗ്രാഫ് കെ കളറബിൾ ആണ്, പക്ഷേ k-1 കളറബിൾ അല്ല. k-1 കളർ ഉപയോഗിച്ച് ഈ അഡ്ജസൻസി ആ കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് കളർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ആ ഗ്രാഫിനെ കെ ക്രൊമാറ്റിക് ഗ്രാഫ് എന്നാണ് പറയുന്നത്. ആ കെ എന്നുള്ള വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിക് നമ്പർ. That is, chromatic number എന്ന് പറയുന്നത് is a minimum number k such that graph G is k colorable. ഗ്രാഫ് ജി കെ കളറബിൾ ആവണം വേണ്ട മിനിമം നമ്പർ കെ ആണ് നമ്മൾ ക്രൊമാറ്റിക് നമ്പർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഗ്രാഫ് ജി ഈസ് കെ കളറബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കൈ ഓഫ് ജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. അതായത് ക്രൊമാറ്റിക് നമ്പർ അറ്റ്ലീസ്റ്റ് കെ ആയാൽ മാത്രമേ ഗ്രാഫ് കെ കളറബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ ഗ്രാഫ് കെ കളറബിൾ ആണെങ്കിൽ കൈ ഓഫ് ജിയുടെ വാല്യൂ ക്രൊമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് കെ ആയിരിക്കും. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കും. ദെൻ എ ക്രൊമാറ്റിക് ഗ്രാഫ് ഈസ് എ ഗ്രാഫ് ദാറ്റ് നീഡ്സ് അറ്റ്ലീസ്റ്റ് കെ കളേഴ്സ്. പറഞ്ഞു, അറ്റ്ലീസ്റ്റ് കെ കളേഴ്സ് വേണം ഒരു ക്രൊമാറ്റിക് ഗ്രാഫിന് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കെ കളറബിൾ ഗ്രാഫിന് ഇറ്റ് ഡസ് നോട്ട് നീഡ് മോർ ദാൻ കെ കളേഴ്സ്. കെ കളേഴ്സിനേക്കാൾ കൂടുതൽ കളേഴ്സ് കെ കളറബിൾ ഗ്രാഫിന് ആവശ്യമില്ല. മാക്സിമം എത്ര കളർ മതി? കെ കളർ മതി. പക്ഷേ കെ ക്രൊമാറ്റിക് ഗ്രാഫിന് അറ്റ്ലീസ്റ്റ് കെ കളേഴ്സ് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്രൊമാറ്റിക് നമ്പറിനെ പറ്റിയിട്ടുള്ള പോയിൻറ്റ്സ്. ഓക്കെ, ക്രൊമാറ്റിക് നമ്പർ ഓഫ് എ ഗ്രാഫ് ജി ഈസ് 1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഈസ് ട്രിവിയൽ ഓർ ഐസൊലേറ്റഡ്. ഗ്രാഫ് ട്രിവിയലോ ഐസൊലേറ്റഡോ ആണെങ്കിൽ മാത്രമേ ക്രൊമാറ്റിക് നമ്പർ 1 ആവുള്ളൂ. അതുപോലെ തന്നെ ക്രൊമാറ്റിക് നമ്പർ 1 ആണെങ്കിൽ ഗ്രാഫ് ട്രിവിയൽ ആയിരിക്കും അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിരിക്കും. Then the chromatic number of graph G, chi of G is 2. 2 ആവണമെങ്കിൽ if and only if G is a bipartite graph. അത് if and only if കണ്ടീഷൻ ആണ്. അപ്പോൾ രണ്ട് സൈഡും ട്രൂ ആയിരിക്കും. അപ്പോൾ G bipartite graph ആണെങ്കിൽ chi of G എന്ന് പറയുന്നത് ക്രൊമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. Then any cycle with an odd number of vertices is 3 chromatic. Any cycle with an odd number of vertices is 3 chromatic എന്നാണ് പറഞ്ഞേക്കുന്നത്. Then the chromatic number of a wheel of even order is 3. വീൽ ഗ്രാഫിനെ പറ്റി കേട്ടിട്ടുണ്ട്. വീൽ ഗ്രാഫ് എന്ന് പറഞ്ഞൊരു ഗ്രാഫ്, അത് സെൻറ്ററിൽ ഒരു വെർട്ടെക്സ് ഉണ്ടാവും. ആ വെർട്ടെക്സിൽ നിന്ന് ആയിരിക്കും ബാക്കിയുള്ള എല്ലാ വെർട്ടെക്സിലേക്കും ജോയിൻ ചെയ്ത് എഡ്ജസ് ഉണ്ടായിരിക്കും. ഒരു സൈക്കിൾ ഫോം ചെയ്യാൻ രീതിയിൽ. അതായത് സെൻറ്ററിലൊരു വെർട്ടെക്സ് ഉണ്ട്, അതിൻ്റെ ചുറ്റിലുള്ള ഒരു സൈക്കിളിലേക്ക് ഈ വെർട്ടെക്സിൽ നിന്ന് സെൻറ്റർ വെർട്ടെക്സിൽ നിന്നാണ് ജോയിൻ ചെയ്ത് പോയിരിക്കുന്നത്, എഡ്ജസ് ഉണ്ടായിരിക്കുന്നത്. That is, a wheel graph is a graph formed by connecting a single universal vertex to all the vertices of the cycle. അപ്പോൾ സൈക്കിളിലേക്കാണ് ജോയിൻ ചെയ്ത് പോയിരിക്കുന്നത്. അങ്ങനെയുള്ള ഗ്രാഫിനെയാണ് വീൽ ഗ്രാഫ് എന്ന് പറയുന്നത്. വീൽ ഗ്രാഫിലെ എഡ്ജസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് WN എന്ന് പറയുന്നത് 2n-2 ആയിരിക്കും. ജനറലായിട്ട് WN ഡിനോട്ട് ചെയ്യാം വീൽ ഗ്രാഫിനെ. WN എന്ന് പറയുന്നത് അതിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് 2n-2 ആയിരിക്കും. ഇനി W4 എന്ന് പറയുന്ന ഒരു വീൽ ഗ്രാഫാണിത്. അതായത് ഒരു ട്രയാങ്കിളിനകത്ത് ഒരു വെർട്ടെക്സ് മാർക്ക് ചെയ്തിട്ട് ഇതൊരു W4 ആണ്, ഇതൊരു W5 ആണ്. ഓക്കെ, ഇപ്പോൾ സെൻറ്ററിൽ ഒരു വെർട്ടെക്സ് ഉണ്ട്, അതിൽ നിന്ന് എല്ലാ വെർട്ടെക്സിലേക്കും ജോയിൻ ചെയ്ത്, പക്ഷേ ജോയിൻ ചെയ്തേക്കുന്നത് എന്താണ്? ഒരു സൈക്കിളിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. ശരിക്കും ഒരു ടയർ അല്ലെങ്കിൽ ഒരു വീൽ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും ആ ഗ്രാഫിൻ്റെ ഫോർമേഷൻ വരിക. ഇതൊരു W6 ആണ്.
ഓക്കെ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, ക്രൊമാറ്റിക് നമ്പർ ഓഫ് എ വീൽ ഓഫ് ഈവൻ ഓർഡർ ഈസ് 3. ഈവൻ ഓർഡർ ഉള്ള ഒരു ക്രൊമാറ്റിക് ഒരു വീലിൻ്റെ ക്രൊമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഈവൻ ഓർഡറുള്ള ഒരു വീൽ ഗ്രാഫ് എടുത്താൽ അതിൻ്റെ ക്രൊമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ദ കംപ്ലീറ്റ് ഗ്രാഫ് kn ഈസ് n chromatic and if G has kn as a subgraph then chi of G is greater than or equal to n. കംപ്ലീറ്റ് ഗ്രാഫ് kn എന്ന് പറഞ്ഞാൽ n chromatic ആണ്. ആൻഡ് ഇഫ് G has kn ആസ് എ സബ്ഗ്രാഫ്, kn ജിയുടെ സബ്ഗ്രാഫ് ആണെങ്കിൽ chi of G എന്ന് പറയുന്ന അവിടുത്തെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും. ദെൻ മാക്സിമം ഡിഗ്രി ആൻഡ് മിനിമം ഡിഗ്രി, അത് വേറൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. മാക്സിമം ഡിഗ്രി മിനിമം ഡിഗ്രി ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഡെൽറ്റ ഓഫ് ജി എന്ന് പറയുന്നത് മാക്സിമം ഡിഗ്രി ആയിരിക്കും. അതായത് ആ ഗ്രാഫിന് വരാവുന്ന ഏറ്റവും വലിയ ഡിഗ്രി ഏതാണോ അതാണ് ഡെൽറ്റ ഓഫ് ജി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. മിനിമം ഡിഗ്രി എന്ന് പറഞ്ഞാൽ സ്മോൾ ഡെൽറ്റ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. മിനിമം ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഗ്രാഫിന് വരാവുന്ന ഏറ്റവും ചെറിയ ഡിഗ്രി, അതാണ് ഡെൽറ്റ ഓഫ് ജി, സ്മോൾ ഡെൽറ്റ ഓഫ് ജി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെർട്ടെക്സ് അറ്റ് വി എന്ന് പറയുന്നത് V1 V2 എക്സെട്ര Vn ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് വി ഡിനോട്ട് ചെയ്യാൻ ഡിഗ്രി ഓഫ് വി ഐ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡി ഐ എന്ന് എഴുതാം. ഇത് നമ്മൾ നേരത്തെ കണ്ട കാര്യമാണ്. അടുത്തത്, എ ഗ്രാഫ് വിത്ത് വൺ ഓർ മോർ എഡ്ജസ് ഈസ് അറ്റ്ലീസ്റ്റ് 2 chromatic അല്ലെങ്കിൽ ബൈക്രോമാറ്റിക് എന്നാണ് പറയുന്നത്. ഒരു ഗ്രാഫ് വൺ ഓർ മോർ എഡ്ജസ്, ഒന്നോ അതിലധികമോ എഡ്ജസ് ഉള്ള ഒരു ഗ്രാഫ് എടുത്താൽ അത് അറ്റ്ലീസ്റ്റ് 2 chromatic ആണ് അല്ലെങ്കിൽ ബൈക്രോമാറ്റിക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ സെൽഫ് ലൂപ്പ് ആവരുത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 എഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് നമുക്ക് എന്താ കൺസിഡർ ചെയ്യുന്നത്, K2 എടുക്കാം. ആ K2 നമുക്ക് കളർ ചെയ്യാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് 2 കളേഴ്സ് ആവശ്യമുണ്ട് അല്ലേ. ഇവിടെയുള്ള പ്രോപ്പർ കളറിങ് ഡെഫിനിഷൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ കളറിങ് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വെർട്ടിസസ് തമ്മിൽ സെയിം കളേഴ്സ് പാടില്ല എന്നാണ് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചത്. അപ്പോൾ K കളറബിൾ ആവണമെങ്കിൽ അപ്പോൾ ഇവിടെ കൊടുക്കുന്ന അതേ കളറ് ഈ വെർട്ടെക്സിന് പാടില്ല. അങ്ങനെ 2 കളേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു എഡ്ജ് കളർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 2 chromatic ആണ്. മിനിമം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് 2 chromatic ഗ്രാഫ് ആയിരിക്കും. ഓക്കെ. ഗ്രാഫ് വിത്ത് 1 or more edges is at least 2 chromatic ആയിരിക്കും. Then next point, a complete graph of n vertices is n chromatic as all its vertices are adjacent. നമ്മളൊരു കംപ്ലീറ്റ് ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, കംപ്ലീറ്റ് ഗ്രാഫിൽ ഏത് 2 വെർട്ടെക്സ് എടുത്താലും അവ തമ്മിൽ ജോയിൻ ചെയ്ത എഡ്ജുണ്ട്. അതാണ് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. n വെർട്ടിസസ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് n chromatic ആയിരിക്കും. അതായത് ഓരോ എഡ്ജസും തമ്മിൽ കണക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ആർബിട്രറി ഏത് എഡ്ജ് എടുത്താലും നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ച് ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ എത്ര കളേഴ്സ് ആവശ്യമുണ്ടാവും? n വെർട്ടിസസ് കളർ ചെയ്യണമെങ്കിൽ n കളേഴ്സ് തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അതായത് മിനിമം നമ്പർ എന്ന് പറയുന്നത് n നമ്പേഴ്സ് n തന്നെയായിരിക്കും. അതായത് ഗ്രാഫ് n chromatic ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കി, ഇവിടെ ഒരു K4 ഞാൻ വരച്ചിട്ടുണ്ട്. K4 അപ്പോൾ 4 വെർട്ടിസസ് ഉണ്ട്. എല്ലാ വെർട്ടിസസ് നമ്മൾ ഏത് 2 വെർട്ടെക്സ് എടുത്താലും അത് തമ്മിൽ കണക്ട് ചെയ്ത എഡ്ജുണ്ട്. അതാണല്ലോ K4 എന്ന് പറയുന്നത്, കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഈ വെർട്ടെക്സിന് കൊടുക്കുന്ന കളറ് ബാക്കി ഒരിടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ വെർട്ടെക്സിൽ നിന്ന് എല്ലാ വെർട്ടെക്സിലേക്കും എഡ്ജ് കൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ഈ 3 എണ്ണത്തിനും ബാക്കിയുള്ള 3 വെർട്ടെക്സിനും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്, ഇവിടെയാണെങ്കിൽ അതുപോലെ തന്നെ എല്ലാ വെർട്ടെക്സിനും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ n ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് n കളേഴ്സ് ആവശ്യമുണ്ട്. അതായത് n chromatic ആണ് ഗ്രാഫ്. എ ഗ്രാഫ് കണ്ടെയ്നിങ് എ കംപ്ലീറ്റ് ഗ്രാഫ് ഓഫ് r വെർട്ടിസസ് ഈസ് അറ്റ്ലീസ്റ്റ് r chromatic. ഇപ്പോൾ ഇവിടെ പറഞ്ഞ n വെർട്ടിസസിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് r വെർട്ടിസസ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് r chromatic ആയിരിക്കും. മുമ്പേ പറഞ്ഞത് തന്നെയാണ്. എവറി ഗ്രാഫ് ഹാവിങ് എ ട്രയാങ്കിൾ ഈസ് അറ്റ്ലീസ്റ്റ് 3 chromatic. അപ്പോൾ ഏതൊരു ഗ്രാഫ് കൺസിഡർ ചെയ്താലും അതിനകത്തൊരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് 3 chromatic ആയിരിക്കും. മിനിമം 3 കളേഴ്സ് നമുക്ക് അവിടെ ആവശ്യമുണ്ടാവും. ദെൻ എ ഗ്രാഫ് കൺസിസ്റ്റിംഗ് ഓഫ് സിംപ്ലി 1 സർക്യൂട്ട് വിത്ത് n greater than or equal to 3 വെർട്ടിസസ് ഈസ് 2 chromatic if n is even and 3 chromatic if n is odd. അതായത് ഒരു ഗ്രാഫ്, ഒരു സിമ്പിൾ അറ്റ്ലീസ്റ്റ് 1 സർക്യൂട്ടെങ്കിലുള്ള ഒരു ഗ്രാഫ് എടുത്താൽ, ഗ്രാഫ് കൺസിസ്റ്റിംഗ് ഓഫ് സിംപ്ലി 1 സർക്യൂട്ട് വിത്ത് n greater than or equal to 3, അങ്ങനെ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്താൽ ആ ഗ്രാഫ് 2 chromatic ആയിരിക്കും. എപ്പോഴാണ്? n ഈവൻ നമ്പർ ആണെങ്കിൽ. n എന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ ആ ഗ്രാഫ് 2 chromatic ആയിരിക്കും. n എന്നത് ഓഡ് ആണെങ്കിൽ ആ ഗ്രാഫ് 3 chromatic ആയിരിക്കും. അതായത് നമ്മൾ ഒരു കളറ്
ഓഡ് വെർട്ടിസസ് 1 3 ഇപ്പം നമ്പേഴ്സ് കൊടുക്കുവാണ് വെർട്ടിസസിന് 1 1 3 5 7 എന്ന് പറഞ്ഞ് പോകുന്ന വെർട്ടക്സിന് നമ്മൾ ഒരു കളർ കൊടുക്കും. പിന്നെ ഈവൻ നമ്പേഴ്സ് വരുന്ന ഈവൻ പ്ലേസസിൽ വരുന്ന വെർട്ടക്സിന് വേറൊരു കളർ കൊടുക്കും. അങ്ങനെ ആ 2 കളേഴ്സ് നമുക്ക് മാറി മാറി കൊടുക്കാം. അപ്പം അതൊരു 2 കളർ ഈവൻ നമ്പർ ആണെങ്കിൽ 2 ക്രൊമാറ്റിക് ആയിരിക്കും. n എന്ന് പറഞ്ഞാൽ ഓഡ് ആണെങ്കിൽ 3 ക്രൊമാറ്റിക് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഡെഫിനേഷൻ നമ്മൾ പറയുന്നത് പ്രോപ്പർ കളറിങ്. ഓക്കെ, കളറിങ് അല്ലെങ്കിൽ പ്രോപ്പർ കളറിങ് എന്നാണ്. ഇപ്പോൾ മുമ്പേ കേക്ക് കളറിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു, അതേ ഡെഫിനേഷൻ തന്നെയാണ് ഇവിടെ. പെയിൻറ്റിങ് ഓൾ ദ വെർട്ടിസസ് ഓഫ് ദ ഗ്രാഫ് വിത്ത് കളേഴ്സ് സച്ച് ദാറ്റ് നോ 2 adjacent vertices have the same color is called the proper coloring of graph. പ്രോപ്പർ കളറിങ് ഓഫ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ? നോ 2 adjacent verticesന് സെയിം കളേഴ്സ് വരാൻ പാടില്ല. ആ രീതിയിൽ ഗ്രാഫ് കളർ ചെയ്യുക അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ കളറിങ് അല്ലെങ്കിൽ പ്രോപ്പർ കളറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രോപ്പർ കളറിങ്ങിന് ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പ്രോപ്പർ കളറിങ് ഓഫ് ഗ്രാഫ്. ഇപ്പം ഇങ്ങനെ ഒരു ഗ്രാഫ് ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, V1 V2 V3 V4 V5. അപ്പം ഫസ്റ്റ് കേസ് നോക്കാം. ഈ ഗ്രാഫിൽ ഞാൻ പ്രോപ്പർ കളറിങ് ആണ് ചെയ്തേക്കുന്നത്. 3 കേസിലും പ്രോപ്പർ കളറിങ് ആണ് ചെയ്തേക്കുന്നത്. അത് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് നോക്കാം. ഇവിടെ ആദ്യത്തെ ഗ്രാഫിൽ ഞാൻ 5 കളേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അതൊരു പ്രോപ്പർ കളറിങ് ആണ്. പ്രോപ്പർ കളറിങ്ങിൻ്റെ കണ്ടീഷൻ എന്താണ്? അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടിസസ് തമ്മിൽ സെയിം കളർ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ V1 V2 എടുത്താൽ രണ്ടും ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചായിരിക്കണം കളർ ചെയ്യുന്നത്. V2 V3 എടുത്താലും അവ തമ്മിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കണം യൂസ് ചെയ്തേക്കുന്നത്. V3 V4 എടുത്താലും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കണം. V4 V5 എടുത്താലും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കണം. V2 V5 എടുത്താലും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഇവിടെ 5 കളേഴ്സ്, അതായത് 5 വെർട്ടക്സിനും 5 ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ചാണ് ഇവിടെ കളർ ചെയ്തേക്കുന്നത്. V1നെ റെഡ് ഉപയോഗിച്ച് ചെയ്തു, V2നെ ബ്ലൂ ചെയ്തു, ദെൻ V3യെ ഗ്രീൻ കൊടുത്തു, V4ന് പിങ്ക് കൊടുത്തു, V5ന് യെല്ലോ കൊടുത്തു. അപ്പോൾ 5 ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ച് മാർക്ക് ചെയ്തേക്കുന്നതാണ് ഇത്. രണ്ടാമത്തെ ഗ്രാഫ് എടുത്താൽ ഇവിടെ ഞാൻ 4 കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കളർ റിപ്പീറ്റ് ചെയ്ത് വന്നു, റെഡ് എന്നുള്ള കളറ്. ഇവിടെ ഞാൻ V1ന് കൊടുത്തു, ഇവിടെ V4ന് ഞാൻ റെഡാണ് കൊടുത്തേക്കുന്നത്. ബാക്കി V2ന് ബ്ലൂ തന്നെ, V3ക്ക് ഗ്രീൻ തന്നെ, V5ന് യെല്ലോ തന്നെ കൊടുത്തു. പക്ഷേ ഇത് റെഡ് യൂസ് ചെയ്യാം, കാരണം അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടിസസ് തമ്മിൽ ഒരേ കളറല്ല. അതുകൊണ്ട് എനിക്കിവിടെ റെഡ് യൂസ് ചെയ്യാം. അടുത്ത ഒരു പ്രോപ്പർ കളറിങ് പറഞ്ഞേക്കുന്നതാണ്. ഇവിടെ ഞാൻ 3 കളേഴ്സേ യൂസ് ചെയ്തിട്ടുള്ളൂ. 3 കളേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഏതൊക്കെ കളേഴ്സാണ് യൂസ് ചെയ്തത്? റെഡ്, ബ്ലൂ, യെല്ലോ. റെഡ്, ബ്ലൂ, യെല്ലോ മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അടുത്തടുത്തുള്ള വെർട്ടിസസിന് സെയിം കളർ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത്. V1ന് റെഡ് കൊടുത്തു, V2ന് ബ്ലൂ കൊടുത്തു, V3ക്കും V5നും യെല്ലോ കൊടുത്തു, ദെൻ V4ന് റെഡ് കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കിയാൽ അടുത്തടുത്തുള്ള ഒരു വെർട്ടക്സിനും സെയിം കളറ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊരു പ്രോപ്പർ കളറിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോപ്പർ കളറിങ് എന്ന് പറയുന്നത്. നോ 2 adjacent vertices have the same color. ഓക്കെ, ദെൻ അതാണ് നമ്മൾ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർ കളറിങ്. ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷനാണ് പറയുന്നത് ക്രോമാറ്റിക് പോളിനോമിയൽ എന്താണ്. അപ്പോൾ നമുക്കൊരു ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് പോളിനോമിയൽ അറിയാമെങ്കിൽ അതിൻ്റെ ഗ്രാഫ് അറ്റ്ലീസ്റ്റ് എത്ര ഗ്രാഫിൻ്റെ എത്ര ക്രോമാറ്റിക് നമ്പർ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ് ഈ ക്രോമാറ്റിക് പോളിനോമിയൽ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഒരു പേര് പോലെ തന്നെ അതൊരു പോളിനോമിയലാണ്. ദെൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് G be an undirected graph. ഡയറക്ഷൻ ഇല്ലാത്തൊരു ഗ്രാഫാണ്. ആൻഡ് ലാംഡ ബി ദ നമ്പർ ഓഫ് കളേഴ്സ് റിക്വയർഡ് ഫോർ പ്രോപ്പർ കളറിങ് ഓഫ് വെർട്ടിസസ് ഓഫ് G. ലാംഡ എന്ന് പറയുന്നത് പ്രോപ്പർ കളറിങ്ങിന് ആവശ്യമായിട്ടുള്ള വെർട്ടിസസിൻ്റെ പ്രോപ്പർ കളറിങ് ആവശ്യമായിട്ടുള്ള കളേഴ്സിൻ്റെ എണ്ണമാണ്. ഓക്കെ, ദെൻ ദ പോളിനോമിയൽ Pn of lambda. Pn of lambda എന്ന് പറയുന്ന പോളിനോമിയൽ ദാറ്റ് ഗീവ്സ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് വേസ് the graph G can be properly colored using the number lambda colors. Lambda colors ഉപയോഗിച്ച് നമുക്ക് ആ ഗ്രാഫിനെ പ്രോപ്പർലി കളർ ചെയ്യാം. എത്ര ഡിഫറെൻറ്റ് വേസിൽ നമുക്കത് കളർ ചെയ്യാം എന്നതാണ് പോളിനോമിയൽ Pn of lambda എന്നുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇവിടെ CI എന്ന് പറയുന്നത് നമുക്കതൊരു ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ ഫോം ചെയ്യാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി നോക്കാം. ലെറ്റ് CI be the different ways of properly coloring G using exactly I different colors. CA എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വേസ് ഓഫ് പ്രോപ്പർ കളറിങ് അല്ലെങ്കിൽ പ്രോപ്പർലി കളറിങ് G യൂസിങ് എക്സാക്ട്ലി I ഡിഫറെൻറ്റ് കളേഴ്സ്. എക്സാക്ട്ലി I ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ച് പ്രോപ്പർ കളറിങ് നടത്തുന്ന ഡിഫറെൻറ്റ് വേസിനെയാണ് നമ്മൾ CI എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ലാംഡ കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ടോട്ടൽ ലാംഡ കളേഴ്സ് ഉണ്ട്. അതിൽ നിന്നും I കളേഴ്സിനെ എനിക്ക് ചൂസ് ചെയ്യണം. നമ്മൾ പെർമുട്ടേഷൻ കോമ്പിനേഷൻ +2 പഠിച്ചതാണ്. എത്ര രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റും?
നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ലാംഡ കളേഴ്സ് ഉണ്ട്. ഐ കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യണം. ലാംഡ സി ഐ വേസിൽ ചൂസ് ചെയ്യാമെന്ന് പഠിച്ചതല്ലേ? ലാംഡ സി ഐ വി എ വേസിൽ ലാംഡ സി ഐന് ഈ നൊട്ടേഷൻ കൊടുക്കാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാംഡ ഐ ഈ നൊട്ടേഷൻ കൊടുക്കാം. ഇവിടുത്തെ സി ഐയും ഈ സി ഐയും ഒന്നല്ല കേട്ടോ, ഇത് കോമ്പിനേഷൻ്റെ ഇത് ഡിനോട്ട് ചെയ്യുന്ന സി ആണ്. അപ്പം ഈ നൊട്ടേഷൻ യൂസ് ചെയ്യാം നമുക്ക്. ലാംഡ സി ഐ അല്ലെങ്കിൽ എൻ സി ആർ നമ്മൾ പഠിച്ചില്ലേ? ആകെ എൻ നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട് നമ്മുടെ കയ്യിൽ നിന്ന്. അതിൽ നിന്ന് 6 എണ്ണം ചൂസ് ചെയ്യണം. എത്ര വേസിൽ പറ്റും? എൻ സി ആർ വേസിൽ പറ്റും എന്ന് പറഞ്ഞില്ലേ? അതേ കാര്യമാണ് ഇവിടെ. ലാംഡ കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, അതിൽ ഐ കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യണം. എത്ര ഡിഫറെൻറ്റ് രീതിയിൽ ചൂസ് ചെയ്യാം? ലാംഡ സി ഐ വേസിൽ ചൂസ് ചെയ്യാം. അപ്പം പ്രോപ്പർലി കളർ ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ച് എക്സാക്ട്ലി എത്ര രീതിയിൽ ചൂസ് ചെയ്യാമെന്നാണ് നമ്മൾ തന്നേക്കുന്നത്. സി ഐ ഡിഫറെൻറ്റ് വേസിൽ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് വേസ് എന്ന് പറയുന്നത് സി ഐ ഇൻറ്റു ലാംഡ സി ഐ വേസ് ആയിരിക്കും. ദാറ്റ് എ ഗ്രാഫ് ക്യാൻ ബി പ്രോപ്പർലി കളേർഡ് യൂസിങ് എക്സാക്ട്ലി ഐ കളേഴ്സ് ഔട്ട് ഓഫ് ലാംഡ കളേഴ്സ്. അപ്പോൾ സി ഐ ഇൻറ്റു ലാംഡ സി ഐ വേസിലാണ് നമുക്ക്. ദാറ്റ് ഈസ് ദ ഡിഫറെൻറ്റ് വേസ് ദാറ്റ് എ ഗ്രാഫ് ക്യാൻ ബി കളേർഡ് യൂസിങ് എക്സാക്ട്ലി ഐ കളേഴ്സ് ഔട്ട് ഓഫ് ദിസ് ലാംഡ കളേഴ്സ്. ഇനി നമ്മൾ ഈ ഐ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ, പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂ ആണ്. 1 to n വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂസ് ആണ് വരിക. ദെൻ ക്രൊമാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് ഈ ഐക്ക് പല വാല്യൂസ് കൊടുത്തിട്ട് വരുന്ന അതിൻ്റെ ആ ഓരോ ടേംസിൻ്റെ സം ആയിരിക്കും പോളിനോമിയൽ പി എൻ ഓഫ് ലാംഡ ആയിട്ട് നമ്മൾ എഴുതുന്നത്. അതായത് പി എൻ ഓഫ് ലാംഡ എന്ന് പറയുന്നത് സിഗ്മ ഐ ഈക്വൽ ടു 1 to n സി ഐ ലാംഡ സി ഐ. ഓക്കെ, സി ഐ ലാംഡ സി ഐ. ഇവിടെ ഐക്ക് 1 കൊടുക്കും, 2 കൊടുക്കും, n എത്രയാണോ അതുവരെയുള്ള വാല്യൂസ് കൊടുത്തിട്ട് ആഡ് ചെയ്ത് എഴുതുന്നതാണ് ഇവിടുത്തെ ക്രൊമാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നിന് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്ത് നോക്കാം. പി എൻ ഓഫ് ലാംഡ എന്ന് പറയുന്നത് സിഗ്മ ഐ ഈക്വൽ ടു 1 to n, ദെൻ സി ഐ ഇൻറ്റു ലാംഡ സി ഐ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എൻ സി ആർ എന്ന് പറയുന്നത് എന്താണ്? എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാക്കി ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഐക്ക് 1 കൊടുക്കും. ഈ ഇക്വേഷനിൽ ഐക്ക് 1 കൊടുത്തു കഴിയുമ്പോൾ C1 ലാംഡ C1. അടുത്ത ഐക്ക് 2 കൊടുത്താൽ C2 ലാംഡ C2 പ്ലസ് ഐക്ക് 3 കൊടുത്താൽ C3 ലാംഡ C3 പ്ലസ് എക്സെട്ര CN ലാംഡ CN എന്ന് കിട്ടും. ഇനി ഈ ഓരോ വാല്യൂസിന് ഞാൻ എന്ത് കൊടുക്കണം? വാല്യൂസ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. ലാംഡ സി ഐൻ്റെ വാല്യൂ ലാംഡ ബൈ 1 ഫാക്ടോറിയൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച്. ലാംഡ C2 എന്ന് പറയുന്നത് NC2 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ n മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ലാംഡ C2 എന്ന് പറയുന്നത് ലാംഡ ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ലാംഡ മൈനസ് 2 ഫാക്ടോറിയൽ. അടുത്ത ടൈം C3 ഇൻറ്റു ലാംഡ ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ലാംഡ മൈനസ് 3 ഫാക്ടോറിയൽ എക്സെട്ര CN ഇൻറ്റു ലാംഡ ഫാക്ടോറിയൽ ബൈ ലാംഡ n ഫാക്ടോറിയൽ ഇൻറ്റു ലാംഡ മൈനസ് n ഫാക്ടോറിയൽ കിട്ടി. ഇനി ഞാൻ ഈ ടേമിനെ ഇവിടെ ലാംഡ മൈനസ് 2 ഫാക്ടോറിയൽ താഴെയുണ്ട്, എനിക്കിത് കട്ട് ചെയ്ത് കളയണം, ലാംഡയായിട്ട് കട്ട് ചെയ്ത് കളയണം. ഞാൻ ഈ ലാംഡ ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതുന്നു? ലാംഡ ഫാക്ടോറിയൽ ലാംഡ മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ എന്നുള്ള രീതിയിൽ എഴുതുന്നു. അപ്പോൾ എനിക്ക് ലാംഡ മൈനസ് 2 താഴത്തെ ലാംഡ മൈനസ് 2 ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്ന ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ എന്നായിരിക്കും. ഇവിടെ മൂന്നാമത്തെ ടൈമിൽ ഇതുപോലെ തന്നെ ലാംഡ മൈനസ് 3 ഡിനോമിനേറ്ററിലുണ്ട്. ന്യൂമറേറ്ററിൽ ലാംഡ ഫാക്ടോറിയലായിട്ട് എനിക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ ലാംഡ ഫാക്ടോറിയലിനെ ഞാൻ എങ്ങനെ എഴുതണം? ലാംഡ മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു ലാംഡ മൈനസ് 2 ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ എന്നുള്ള രീതിയിൽ എഴുതാം. അതിവിടെ എഴുതുമ്പോൾ എനിക്ക് താഴത്തെ ലാംഡ മൈനസ് ഫാക്ടോറിയലും ന്യൂമറേറ്ററിലെ ലാംഡ മൈനസ് 3 ഫാക്ടോറിയൽ നമ്മൾ ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള ടേംസിന് എഴുതാം. അപ്പോൾ ലാസ്റ്റ് ടേമും അതുപോലെ തന്നെ ഇവിടെ ലാംഡ ഫാക്ടോറിയൽ ബൈ ഇവിടെ ഡിനോമിനേറ്ററിൽ ലാംഡ മൈനസ് n ഫാക്ടോറിയൽ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലാംഡ ഫാക്ടോറിയലിനെ ഞാൻ എങ്ങനെ എഴുതാം? എനിക്ക് ലാംഡ ഫാക്ടോറിയലിനെ ഇങ്ങനെ എഴുതാം 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ലാംഡ മൈനസ് n ഫാക്ടോറിയൽ ഇൻറ്റു ലാംഡ മൈനസ് n മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് n മൈനസ് 2 എക്സെട്ര ലാംഡ മൈനസ് 2 ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ ഈ ലാംഡ മൈനസ് n ഫാക്ടോറിയൽ വരെയുള്ള ടൈം കഴിഞ്ഞാൽ ബാക്കി ഈ വാല്യൂ കൂടെ പ്രൊഡക്റ്റായിട്ട് വരണം. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ ലാംഡ മൈനസ് n ഫാക്ടോറിയലും ഇത് തമ്മിൽ എനിക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ ടൈം മാത്രമായിട്ട് വരും. അപ്പോൾ ഇതിൽ എന്നിൻ്റെ ഓരോ C1 C2 C3 വാല്യൂസ് കണ്ടുപിടിച്ചാൽ എനിക്ക് Pn ഓഫ് ലാംഡ എനിക്ക് കിട്ടും. ദെൻ Pn ഓഫ് ലാംഡ എന്ന് പറയുന്നത് C1 ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് C2 ഇൻറ്റു ലാംഡ മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് C3 ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ എക്സെട്ര പ്ലസ് Cn ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2 എക്സെട്ര ലാംഡ മൈനസ് ഓഫ്
ഇവിടെ n-1 ആയിരുന്നു കഴിഞ്ഞ ഇതിൽ. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ലാംഡ മൈനസ് ഓഫ് n+1 ഹോൾ ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ എന്ന് വരും. അവിടെ ഓരോ CIസും എന്താണ് ഗ്രാഫിന് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് കണ്ടുപിടിക്കണം. ആ വാല്യൂസ് എല്ലാം ഇതിൽ കൊടുത്താൽ നമുക്ക് കിട്ടേണ്ട പോളിനോമിയലായി, അതായത് ക്രോമാറ്റിക് പോളിനോമിയൽ കിട്ടും. ഇനി ഓരോ CI വാല്യൂസും കണ്ടുപിടിക്കുന്നു പറഞ്ഞു. എനി ഗ്രാഫ് വിത്ത് ഈവൻ അറ്റ്ലീസ്റ്റ് 1 എഡ്ജെങ്കിലും ഉള്ള ഒരു ഗ്രാഫിന്, അറ്റ്ലീസ്റ്റ് 1 എഡ്ജുള്ള ഗ്രാഫിന് നമുക്ക് എത്ര കളേഴ്സ് വേണമെന്നാണ് നേരത്തെ പറഞ്ഞത്? അറ്റ്ലീസ്റ്റ് രണ്ട് കളറെങ്കിലും മിനിമം ആവശ്യമാണ്. ഒരു എഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 വെർട്ടെക്സ് വരും. ആ 2 വെർട്ടെക്സിനും അറ്റ്ലീസ്റ്റ് 2 കളർ ആവശ്യമാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 കളേഴ്സെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് കളർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ C1ൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുപോലെ ഗ്രാഫ് വിത്ത് n വെർട്ടിസസ് ആൻഡ് യൂസിങ് n ഡിഫറെൻറ്റ് കളേഴ്സ് ക്യാൻ ബി പ്രോപ്പർലി കളേർഡ് ഇൻ n ഫാക്ടോറിയൽ കേസ്. അതായത് Cnൻ്റെ വാല്യൂ n ഫാക്ടോറിയൽ ആയിരിക്കും. C1ൻ്റെ വാല്യൂ 0യും Cnൻ്റെ വാല്യൂ n ഫാക്ടോറിയൽ ആയിരിക്കും. അപ്പോൾ ഓരോ ഗ്രാഫിനനുസരിച്ച് ഓരോ C1 C2 വാല്യൂസ് കണ്ടുപിടിക്കുക. അത് ഇതിനകത്ത് കൊടുത്താൽ നമുക്ക് വേണ്ട ക്രോമാറ്റിക് പോളിനോമിയൽ കിട്ടും. ഓക്കെ, താങ്ക് യു.